إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم فمن يعمل مثقال ذرة خيرا يره اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ച റബ്ബ് അനുഗ്രഹിച്ച പരിശുദ്ധ റമളാനിൻ്റെ പരിപൂർണമായ ചൈതന്യം നേടിയെടുത്തുകൊണ്ട് വ്രതാനുഷ്ഠാനത്തിലെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടെ ജീവിക്കുന്നവരിൽ ഉൾപ്പെടുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ്രതാനുഷ്ഠാന നിറവിൽ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെല്ലാം അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമളാനിലെ രണ്ടാമത്തെ ദിനത്തിലേക്ക് അഥവാ രണ്ടാമത്തെ നോമ്പിലേക്കും റമളാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലുമാണ് നമ്മളുള്ളത്. ഈ സമയത്ത് നമ്മുടെ റമളാനിക ജീവിതം, വ്രതാനുഷ്ഠാനത്തിൻ്റെ വ്രത ദിനം, അതിൻ്റെ രാവും പകലുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ രൂപത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുവാനുള്ളത്. 2025 സംഭവിച്ചു പോയ റമളാനിക ജീവിതത്തിലെ പാളിച്ചകൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ വർഷത്തെ റമളാനിനെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അങ്ങേയറ്റത്തെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കാരണം പല ആളുകൾക്കും വിശുദ്ധ റമളാൻ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം കൊണ്ട് ധന്യമായ മാസമാണ്, ധാരാളം അനുഗ്രഹങ്ങൾ അതുവഴി വിശ്വാസികൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. പക്ഷേ പല ആളുകൾക്കും ആയുസ് ദൈർഘ്യം ലഭിക്കപ്പെടാതെ പോയതുകൊണ്ട് ഈ മാസത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പടച്ച റബ്ബ് നമുക്കിതാ ഈ റമളാനിലേക്ക് പ്രവേശനത്തിൻ്റെ ആയുസ് ദൈർഘ്യം നൽകിയിരിക്കുകയാണ്. പരിപൂർണമായി അത് നമുക്ക് നേടിയെടുക്കുവാൻ, ഈ റമളാനിനെ പൂർണ്ണമായി ആയുസ് ദൈർഘ്യം ലഭിക്കപ്പെട്ട് പൂർത്തീകരിക്കുവാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ലഭിക്കുന്ന ദിനരാത്രങ്ങളെ വിശുദ്ധ റമളാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക ഉമ്മത്തിനോട് നിഷ്കർഷിച്ച കർമ്മങ്ങളെല്ലാം അതിൻ്റെ യഥാവിധി നിർവഹിച്ചുകൊണ്ട് ചൈതന്യവത്താക്കി തീർക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതിന് ഉത്ബുദ്ധത കാണിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 99-ാം അധ്യായം സൂറത്തു സൽസലയിലെ അവസാന ഭാഗത്തുള്ള ആയത്താണ് ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ റമളാനിലായിരുന്നാലും റമളാൻ അല്ലാത്ത മാസങ്ങളിലുമൊക്കെ
അഥവാ ഈ ലോകത്ത് ജനിച്ച് ജീവിച്ച് മരിക്കുന്നതിന് മുമ്പ് വിശ്വാസികൾ പരലോക മോക്ഷത്തിന് വേണ്ടി നിരന്തരമായി നിർവഹിക്കേണ്ടത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് ഈ സൂക്തം. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ആരാണോ ഒരു അണു അളവ്, ചെറിയ അളവിൽ നന്മ ചെയ്യുന്നത് എങ്കിൽ അതും അവൻ കാണാനുള്ളതാണ് എന്ന്. അപ്പൊ നന്മ എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ അതെല്ലാം ഉപകാരപ്പെടുന്ന ദിനത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ലോക ജീവിതത്തിൽ കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ടത്. അപ്പൊ ആ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി വിശുദ്ധ റമളാൻ എന്ന അസുലഭ അവസരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെറുതല്ലേ വലുതന്നെ അല്ലേ എന്ന വ്യത്യാസമില്ലാതെ, സുന്നത്തല്ലേ ഫറളല്ലേ എന്ന വ്യത്യാസമില്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ റമളാനിൽ നിർവഹിച്ചത് അത്രയും നിർവഹിക്കുവാനുള്ള മാത്സര്യ ബുദ്ധിയും അതിനുവേണ്ടിയുള്ള പരിശ്രമവുമായിരിക്കണം നമ്മുടെ റമളാനിക ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയെങ്കിൽ വിശുദ്ധ റമളാൻ വ്രതാനുഷ്ഠാന നിർവഹണങ്ങൾ അതിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി ആദ്യമായി നമ്മൾ നടത്തൽ അത്താഴവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത്താഴത്തിന് നമ്മൾ എഴുന്നേൽക്കുകയാണ്. അത്താഴത്തിന് എഴുന്നേൽക്കുന്നത് മുതൽ വ്രതാനുഷ്ഠാനത്തിൻ്റെ പരിസമാപ്തിയും രാത്രി നമസ്കാരത്തിനും അടക്കമുള്ള ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഇന്നലെ നമ്മൾ നോമ്പെടുത്തു, മിനിയാന്ന് നമ്മൾ രാത്രി നമസ്കാരം നിർവഹിച്ചു, നോമ്പിൻ്റെ പകലായിരുന്നു, ഇഫ്താർ നമ്മൾ നോമ്പ് തുറന്നു, അതേപോലെ തന്നെ അത്താഴം കഴിച്ചു. ഇങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി, അത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചു. പക്ഷെ ഇനി പറയാൻ പോകും പ്രകാരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങൾ, പ്രവാചക ചര്യ അനുസൃതമാക്കിക്കൊണ്ട് വ്രതാനുഷ്ഠാനത്തിൻ്റെ രാവിനെയും പകലിനെയും അനുഷ്ഠാന മുറകളെയും ചടങ്ങുകളെയും ഒക്കെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് ഇത്തരുണത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. വിശുദ്ധ റമളാൻ വിശ്വാസി സമൂഹത്തിൻ്റെ മദ്രസയാണ്, പുണ്യങ്ങളുടെ പൂക്കാലമാണ്, കർമ്മങ്ങളുടെ വസന്ത കാലയളവാണ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഏതായാലും മദ്രസത്തുൽ മുഅ്മിനീൻ വിശ്വാസികളുടെ മദ്രസയാണ്, ഇസ്ലാമിക ജീവിതത്തിൻ്റെ പരിശീലന പാഠശാലയാണ് പരിശുദ്ധ റമളാൻ എന്ന് പറയുന്നത്. ഇസ്ലാമിക ജീവിതത്തിന് ഒരു ഓർഡർ, വ്യവസ്ഥാപിതത്വം ഉണ്ടാക്കുകയാണ്. കഴിഞ്ഞ 11 മാസക്കാലയളവ് പല തിരക്കുകളിൽ അകപ്പെട്ട് നമ്മുടെ മനസ്സും ശരീരവും പലയിടങ്ങളിൽ കയറിയിറങ്ങി ഇസ്ലാമിക ജീവിതത്തിൽ പാലിക്കേണ്ട പല വിധിവിലക്കുകളിലും വീഴ്ച വരുത്തിയെങ്കിൽ ഈ ഒരു മാസത്തെ ശരിയാം വിധത്തിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക ജീവിതത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെയും അതേപോലെ തന്നെ അതിൻ്റെ വിളവെടുപ്പിൻ്റെയും മാസമാക്കിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പം അതിൻ്റെ ഒരു തർത്തീബുണ്ട്. ഈ മാസത്തിൽ നിർബന്ധമായി നമ്മൾ നോമ്പനുഷ്ഠിക്കും. നിർബന്ധമായ നോമ്പനുഷ്ഠിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് നിർവഹിക്കുവാനുള്ളത് പറഞ്ഞതുപോലെ അത്താഴമാണ്. അത്താഴത്തിൻ്റെ സമയം, അത്താഴത്തിൻ്റെ ഭക്ഷണം, അത്താഴ സമയത്ത് നിർവഹിക്കേണ്ട കാര്യങ്ങൾ, ആ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത, ഇത് നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബത്തിനകത്തുള്ളവരൊക്കെ അറിഞ്ഞ് ആചരിച്ച് ആ ഭക്ഷണ സമയത്തെ സമീപിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. ഉച്ചഭക്ഷണം കഴിക്കുന്നത് പോലെയോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പോലെയോ അല്ല പ്രധാനുഷ്ഠാനത്തിൽ പ്രത്യേക ചര്യയായി പഠിപ്പിക്കപ്പെട്ട അത്താഴ ഭക്ഷണത്തെ നമ്മൾ സമീപിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന സുന്നത്താണ്. പ്രവാചകൻ ആ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞത് തസഹറു ഫൈന ഫി സുഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണേ, നിങ്ങൾ കഴിക്കുന്ന അത്താഴ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക അനുഗ്രഹമുണ്ട് എന്നാണ്. അപ്പോൾ അത്താഴ സമയത്ത് അനുഗ്രഹീത ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. ഓരോ കർമ്മത്തിനും അതിൻ്റെതായ നിയ്യത്ത്, മനസ്സിൽ പ്രാർത്ഥനാ വിചാരം ഉണ്ടാകണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. തീർച്ചയായും കർമ്മങ്ങളൊക്കെ പരിഗണിക്കപ്പെടുന്നത് നമ്മുടെ മനസ്സിൻ്റെ സദ്വിചാരം അനുസരിച്ചുകൊണ്ടാണ്. ഓരോ മനുഷ്യനും ഓരോ സമയത്തും കർമ്മങ്ങളുടെ അനുബന്ധമായി മനസ്സിൽ വിചാരിക്കുന്നത് എന്താണോ അതിനനുസരിച്ച് അതിൻ്റെ പ്രതിഫലം അവനക്ക് ലഭിക്കുകയുള്ളൂ എന്ന്. അവർ 5-6 മണി സമയം വൈകുന്നേരമാകുമ്പോൾ ശരീരം വല്ലാതെ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അല്പഭക്ഷണം ആ സമയത്ത് കഴിക്കുന്നത്, അത്താഴ സമയത്ത് കഴിക്കുന്നത് നല്ലതാണ് എന്ന നിലക്ക് ശരീരപ്രധാനമായ ഭക്ഷണ വിഷയം മാത്രമല്ല അത്, മറിച്ച് അതിന് ആത്മീയമായ ഒരു നിറം കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൽ മുതസഹിരീൻ. തീർച്ചയായും അല്ലാഹു അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കുന്നതാണ്. വ മലായികതഹു,
അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ പടച്ചറബിലേക്ക് അടുത്ത മാലാകമാർ മലക്കുകൾ അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി അനുഗ്രഹത്തിന് പടച്ചറബിനോട് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്നതും നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി മലക്കുകൾ പടച്ചറബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിഷയമാണ് അത്താഴ ഭക്ഷണം എന്ന് പറയുന്നത്. അത് വീട്ടിലുള്ളവരെ, നമ്മുടെ മക്കളെയൊക്കെ വിളിച്ചുണർത്തണം. ചിലപ്പോൾ അവർ പറയും, വേണ്ട, അത്താഴം കഴിക്കാതെ തന്നെ നോമ്പ് പൂർത്തീകരിക്കുവാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട് എന്ന്. ആരോഗ്യമല്ല അതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത്, ആത്മീയ ആരോഗ്യമാണ്. ആ സമയത്ത് എഴുന്നേറ്റ് പിറ്റേന്ന് പ്രഭാതത്തിൽ ആരംഭിക്കുന്ന വ്രതാനുഷ്ഠാനത്തിന്റെ മാനസികമായ ആത്മീയമായ ഒരുക്കം നടത്താൻ സന്നദ്ധതയുള്ളവരൊക്കെ അത്താഴ സമയത്ത് എഴുന്നേൽക്കണം. കുടുംബസമേതം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അതുവഴിയും നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ തസ്കിയത്തിന്റെ വീണ്ടെടുപ്പ് നടത്തണം. കുലു ജമീഅ ഫഇന്ന ഫിൽ ജമാഅത്തി ബറക. നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അങ്ങനെ കഴിക്കുന്ന ഭക്ഷണത്തിലും ബറക്കത്തുണ്ട് എന്നാണ്. പുതിയ കാല കുടുംബജീവിതത്തിന്റെ അവസ്ഥ പോയ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞ് പങ്കുവച്ചതാണ്. അപ്പൊ നമ്മളും മക്കളുമൊക്കെ ഒരു സമയത്ത് എഴുന്നേൽക്കുകയാണ്. ഏതാണ് ആ സമയം എന്ന് പറയുന്നത്? തഹജ്ജുദിന്റെ സമയമാണ്. റമളാൻ അല്ലാത്ത സമയങ്ങളിൽ അല്ലെ, തഹജ്ജുദിന്റെ സമയം, സുബഹിന്റെ മുമ്പുള്ള സമയം എല്ലാവരെയും വിളിച്ചുണർത്താൻ കഴിയുകയാണ്. നന്മക്ക് വേണ്ടി മലക്കുകളുടെ വിളിയാളം ലഭിക്കുകയാണ്. സ്വർഗ കവാടം തുറക്കപ്പെടുകയാണ്. എല്ലാവരും മാനസികമായി ശാരീരികമായി ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വെളിപ്പാടകലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്ന അനുകൂല അവസരങ്ങൾ ഉണ്ടാകുകയാണ്. അതിന്റെ ആത്മീയ പാഠം സുബഹി ജമാഅത്തിനോ സുബഹി നമസ്കാരത്തിനോ എഴുന്നേൽക്കാത്ത മക്കൾ പോലും, അങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാർ പോലും, അങ്ങനെയുള്ള പുതിയ കാല കുടുംബരംഗങ്ങളിൽ തഹജ്ജുദിന്റെ സമയത്ത് സുബഹി ബാങ്കിന്റെ മുമ്പേ അരമണിക്കൂർ മുമ്പൊക്കെ എഴുന്നേറ്റുകൊണ്ട് നോമ്പെന്ന അനുഷ്ഠാനത്തിന് വേണ്ടി ഒരുക്കം നടത്തുമ്പോൾ ആ സമയത്തുള്ള എഴുന്നേൽക്കൽ വരാനിരിക്കുന്ന 11 മാസ കാലയളവിലേക്ക് സുബഹി നമസ്കാരവുമായി ബന്ധപ്പെട്ട എഴുന്നേൽക്കലിന്റെ ചിന്തയും അത് നമുക്ക് സാധിക്കുമെന്ന അനുഭവവും പങ്കുവെക്കുകയാണ്, നൽകുകയാണ്. അതുകൊണ്ട് അത്താഴം കഴിക്കണം. എന്താണ് കഴിക്കേണ്ടത്? അത്താഴത്തിന് എഴുന്നേറ്റ് വലിയ ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത ആളുകൾ വലിയ ഭക്ഷണമൊന്നും കഴിക്കേണ്ടതുമില്ല. ഒരു നോമ്പ് നോൽക്കുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണം കഴിച്ചാൽ മതി. ചില ആളുകൾ കഴിക്കുന്നത് കണ്ടാൽ 2 or 3 നോമ്പ് ഒരുമിച്ചെടുക്കാൻ പോവുകയാണ് എന്ന് വിചാരിച്ചു പോകും. കാരണം ഫുഡ് കേന്ദ്രീകൃതമായ, ഭക്ഷണ കേന്ദ്രീകൃതമായ സിസ്റ്റമാണ് നോമ്പ് തുറക്കലിനും അത്താഴ സമയത്തും പലപ്പോഴും മുസ്ലിം കുടുംബങ്ങളിൽ കണ്ടുവരുന്ന കാഴ്ച. വലൗ ബിജുർഅതിമായിൻ, ഒരു മുറുക്ക് വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കണമെന്നാണ്. അത് പ്രവാചകൻ പറയാൻ കാരണം, ആ സമയത്ത് നിങ്ങൾ എഴുന്നേൽക്കണം. ഇനി നിങ്ങൾ ഭക്ഷണം അതിൻ്റെതായ അളവിൽ കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ഒരു മുറുക്ക് വെള്ളം കുടിച്ചുകൊണ്ട് ഞാൻ നോമ്പ് നോൽക്കാൻ പോവുകയാണ് എന്ന തയ്യാറെടുപ്പ് ആ സമയത്ത് എഴുന്നേറ്റ് നിങ്ങൾ ഉറപ്പുവരുത്തണമെന്നാണ്. പിന്നെ സുന്നത്താണ് ഈത്തപ്പഴം കഴിക്കുക എന്ന് പറയുന്നത്. ആ കഴിക്കുന്നതിന്റെ എണ്ണത്തിലും സുന്നത്ത്. ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര. അള്ളാഹു ഏകനാണ്, ഏകനായിരിക്കുക എന്നത് ഇഷ്ടപ്പെടുന്നു. അപ്പൊ കാര്യങ്ങൾ ഏകമാക്കി ചെയ്യുന്നതിൽ ഒരു സുന്നത്തുണ്ട്. ഒരു ഈത്തപ്പഴം, അതല്ലെങ്കിൽ 3, 5, 7 എന്ന നിലക്ക് ഒറ്റയായി ഭക്ഷിക്കാവുന്നതാണ്. മറ്റ് ഭക്ഷണത്തിന്റെ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തായി നിർണയിച്ചു നൽകിയ ഈത്തപ്പഴം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത്താഴ ഭക്ഷണം കഴിക്കുക. ഇനി അതിന്റെ സമയം എപ്പോഴാണ്? പല ആളുകളും 3 മണിക്ക് എഴുന്നേറ്റ് അത്താഴം കഴിക്കും, 2 മണിക്ക് അത്താഴം കഴിക്കും. അതല്ലെങ്കിൽ രാത്രി ഉറക്കം വൈകിപ്പിച്ചുകൊണ്ട് അത്താഴം കഴിക്കാതെ തന്നെ പിറ്റേ ദിവസം നോമ്പ് നോൽക്കാനുള്ള ആരോഗ്യമായിട്ടുള്ള സുസ്ഥിതിയൊക്കെ ഏകദേശം കൺഫേം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വൈകി, ആ വൈകുന്ന സമയം അത്രയും വല്ലതുമൊക്കെ കഴിച്ച് അങ്ങനെ ഉറങ്ങുന്ന ആളുകളുമുണ്ട്. അതൊന്നുമല്ല റമളാനിക ജീവിതം, അതൊന്നുമല്ല പ്രവാചകന്റെ അത്താഴത്തിലെ സുന്നത്ത് എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴ ഭക്ഷണവും അതേപോലെ സുബഹി നമസ്കാരവും തമ്മിൽ 50 ആയ ഔ 50 ആയ 50 ആയത്തുകൾ ഓതുന്ന സമയമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ഹദീസ്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അവർ 50 ആയത്ത് ഓതാനുള്ള സമയം, അത്താഴ ഭക്ഷണം കഴിച്ച് 50 ആയത്ത് ഓതാൻ എത്ര സമയമാണ് വേണ്ടി വരിക? ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ്, നമസ്കാരത്തിന് മുമ്പ് ഒരു അരമണിക്കൂർ, മാക്സിമം ഒരു അരമണിക്കൂർ കൊണ്ട്, അതല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കൊണ്ട് 50 ആയത്തൊക്കെ ഓതി തീർക്കാൻ കഴിയുമെങ്കിൽ അത്ര ഡ്യൂറേഷൻ മതി എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് തഖീറുസ് സഹർ, അത്താഴം പിന്തിപ്പിക്കുക എന്നത് പ്രവാചക ചര്യയിൽപ്പെട്ടതാണ്. അതുകൂടി നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കണം. അതേപോലെ തന്നെ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഹദീസിൽ അഥവാ പ്രവാചകന്റെ അത്താഴ ഭക്ഷണവും സുബഹി നമസ്കാരത്തിനും ഇടക്കുമുള്ള ഡ്യൂറേഷൻ 50 ആയത്തായിരുന്നു എന്ന് പറഞ്ഞാൽ 2 ചിന്തയാണ്.
ഒന്ന് പിന്തിപ്പിച്ച് അത്താഴം കഴിക്കണമെന്ന സുന്നത്ത് പഠിക്കാൻ കഴിയുകയാണ്. രണ്ടാമതൊന്ന് വിശുദ്ധ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട ചിന്തയും നൽകുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ അവതരണമാണ് റമളാനിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. എല്ലാ സമയങ്ങളിലും വിശുദ്ധ ഖുർആനുമായുള്ള ഇടപഴകൽ, വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അതിന്റെ അർത്ഥപഠനം, അതുമായി ബന്ധപ്പെട്ട ചിന്തകൾ, അതിനുവേണ്ടി വിശ്വാസി സമൂഹം പ്രത്യേകമായി കൊണ്ടുള്ള ജീവിത രീതി സ്വായത്തമാക്കി കൊണ്ടിരിക്കണം വിശുദ്ധ റമളാനിൽ. അത്താഴ സമയത്ത് തന്നെ ഒരു ദിനത്തിന്റെ സ്റ്റാർട്ടിംഗ് ടൈമിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട പാരായണങ്ങൾക്ക് വേണ്ടി തുടക്കമിടണമെന്നാണ് ഈ ഹദീസിലെ മറ്റൊരാശയം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്താഴ ഭക്ഷണം കഴിച്ചാൽ സ്ത്രീകൾ ഉൾപ്പെടെ അടുക്കളയിൽ കയറി തിരിയുകയല്ല, മറിച്ച് ഏതാനും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ക്ലോസ് ചെയ്ത് ഭർത്താവിനും അതേപോലെ മാതാപിതാക്കൾക്കും മക്കൾക്കുമൊക്കെ നോമ്പനുഷ്ഠിക്കുന്നതിന് വേണ്ടിയുള്ള ശരീരത്തിനുള്ള ഭക്ഷണം കൊടുത്തു എങ്കിൽ അത് സ്വാഭാവികമായി അതിന്റെ ഭക്ഷണം പലതുമൊക്കെ നമ്മൾ റമളാനല്ലാത്ത കാലത്തും കൊടുത്തിട്ടുണ്ട്. റമളാനിൽ അത്താഴ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആത്മാവിനുള്ള ഭക്ഷണം കൂടി ലഭിക്കണം. ആത്മാവിന്റെ ഭക്ഷണമാണ് വിശുദ്ധ ഖുർആൻ പാരായണം എന്ന് പറയുന്നത്. തിലാവത്തുൽ ഖുർആൻ ആത്മാവിനുള്ള ഭക്ഷണമാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും കയ്യിൽ വിശുദ്ധ ഖുർആനിന്റെ കോപ്പി ഉണ്ടാകണം. എല്ലാവർക്കും മൊബൈലുണ്ട്, എല്ലാവർക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ അക്കൗണ്ടുകളുണ്ട്. എന്റെ മകൻക്കും മകൾക്കും ഭാര്യക്കും ഭർത്താവിനുമൊക്കെ ഓരോ കോപ്പി ഖുർആൻ ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയാത്തത്? എന്നിട്ട് മാത്സര്യ ബുദ്ധിയോടെ ഓരോ ഹർഫിനും 10 കണക്കെ പ്രതിഫലം റമളാനല്ലാത്ത കാലത്ത് വാഗ്ദാനം ചെയ്യപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ തിലാവത്ത് തുടങ്ങണം, പാരായണം തുടങ്ങണം. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബഖറ, സൂറത്തു ആൽ ഇംറാൻ, സൂറത്തുൽ നിസാ, മായിദ, അൻആം, അഅറാഫ് എന്ന നിലക്ക് ആ റമളാനിൽ തുടങ്ങി, അത്താഴ സമയത്ത് തുടങ്ങി റമളാൻ അവസാനിക്കുമ്പോഴേക്ക് വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തിയെങ്കിലും പൂർണ്ണമായി ഓതി തീർക്കാൻ പാകത്തിലുള്ള ജീവിത രീതികൾ ഉണ്ടാകണം. അതിന് അത്താഴ സമയത്ത് അത്താഴം കഴിച്ച് ബാങ്ക് കൊടുക്കാനുള്ള ഒരു 5, 10, 15 മിനിറ്റ് ഉണ്ട് എങ്കിൽ വീണ്ടും പുതപ്പിലേക്കും തണുപ്പിലേക്കും ബെഡിലേക്കും ഉറക്കത്തിലേക്കും പോകുകയല്ല. അതിന് മുസ്ലിം കുടുംബങ്ങളിൽ ധാരാളമായി കാണുകയാണ്. അഥവാ അത്താഴ ഭക്ഷണം കഴിച്ച് സുബഹി നമസ്കാരത്തിന് കാത്തിരിക്കാതെ തിലാവത്തുൽ ഖുർആൻ നടത്താതെ വീണ്ടും ഉറക്കത്തിലേക്ക് പോയി പ്രഭാതത്തിൽ നോമ്പുകാരായി പ്രത്യക്ഷപ്പെടുന്ന പലരും ഇസ്ലാമിക കുടുംബങ്ങളിൽ, മുസ്ലിം മഹല്ലുകളിൽ, നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ പലരും സുബഹി നമസ്കാരം 7 മണിക്ക് നിർവഹിച്ച് പ്രഭാത സമയത്ത് നോമ്പിന്റെ ആവേശത്തിലേക്ക് തങ്ങളുടെ മറ്റു പല കാര്യങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കുകയാണ്. അത് പാടില്ല. കാരണം അത്താഴം കഴിഞ്ഞ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് സുബഹി ബാങ്ക് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് റക്അത്ത് അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സുബഹി നമസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് എന്ന് പറയുന്നത് ഈ ദുനിയാവും അതിലുള്ളതിനേക്കാളും എല്ലാം മെച്ചപ്പെട്ടതാകുന്നു എന്ന് സുബഹിന്റെ റവാത്തിബിന്റെ പ്രത്യേകതയാണ്. പ്രവാചകൻ രാത്രി നമസ്കാരവും സുബഹിന്റെ 2 റക്അത്ത് സുന്നത്തും യാത്രയിൽ പോലും നഷ്ടപ്പെടുത്താറുണ്ടായിരുന്നില്ല എന്ന്. യാത്രയിൽ നമുക്ക് ഇളവുകൾ എടുക്കാവുന്നതാണ്. യാത്രയിൽ പോലും പ്രവാചകൻ നഷ്ടപ്പെടുത്താത്ത റവാത്തിബാണ് സുബഹിന്റെ സുന്നത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ദുനിയാവും അതിലുള്ളതിനേക്കാളും എല്ലാം മെച്ചപ്പെട്ടതാണ് സുബഹിന്റെ 2 റക്അത്ത് സുന്നത്തെങ്കിൽ ഫർളായ സുബഹി നമസ്കാരവും അതിന്റെ ജമാഅത്തായുള്ള നിർവഹണത്തിന്റെയും പ്രാധാന്യവും പ്രതിഫല വലുപ്പവും എത്രയായിരിക്കും ആലോചിക്കാം. അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. പറ്റുമെങ്കിൽ വീട്ടിൽ നിന്ന് സുബഹിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അത് അകലം മനസ്സിലാക്കണം. കാരണം പള്ളിയിലേക്ക് 2 റക്അത്ത് സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷം വീട്ടിൽ നിന്ന് സുബഹി നിസ്കരിച്ച് പള്ളിയിലേക്ക് പോകുകയാണ് എങ്കിൽ സുബഹി നമസ്കാരത്തിന്റെ റക്അത്തോ നമസ്കാരമോ പോകുന്ന ആ ഒരു സമയമുണ്ട് എങ്കിൽ, ആ യാത്രക്ക് ആ രൂപത്തിൽ അകലമുണ്ട് എങ്കിൽ സുബഹിന്റെ 2 റക്അത്ത് സുന്നത്ത് പള്ളിയിൽ വെച്ച് നിർവഹിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ ബാങ്ക് കൊടുത്ത ഉടനെ നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബർസ്ഥാനുകളാക്കരുത്, ശ്മശാന സമാനമാക്കരുത് എന്ന പ്രവാചക നിർദ്ദേശമാണ്. വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ടും അതേപോലെ സുന്നത്ത് നമസ്കാരം കൊണ്ടും നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കണം, ആത്മീയതയുള്ളതാക്കി തീർക്കണമെന്ന പ്രവാചക ചര്യ അനുസരിച്ച് ഈ റമളാനിക ജീവിതത്തിൽ അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാനും തുടങ്ങാത്ത ആളുകൾക്ക് സ്റ്റാർട്ട് ചെയ്യാനും ആരംഭിക്കുവാനും കഴിയേണ്ടതുണ്ട്. ഒരു ഇസ്ലാമിക കുടുംബവും റമളാനിക ജീവിതവുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇനി പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ, പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തഹിയ്യത്ത് നമസ്കാരം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് വീണ്ടും സുബഹി ജമാഅത്തിന് സമയമുണ്ട് എങ്കിൽ സംസാരിച്ച സമയം നഷ്ടപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. ബാങ്കിന്റെയും അതേപോലെ ഇഖാമത്തിന്റെയും ഇടക്കുള്ള സമയം പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്ന സമയമാണ് എന്നാണ്. നോമ്പുകാരന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയായി തീരുമെന്നാണ്.
പ്രാർത്ഥന സ്വീകാര്യയോഗ്യമാകാൻ പാകത്തിൽ പല കണ്ടീഷനുകളും കടന്നു വരികയാണ്. നോമ്പുകാരി എന്ന നിലക്കുള്ള കണ്ടീഷൻ പൂർത്തിയായി, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടക്കുള്ള സമയം അതും നമുക്ക് അനുകൂലമായി ലഭിക്കുകയാണ്. അപ്പൊ അവിടെ ഒറ്റക്കിരുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പല വിഷയത്തിലും നമ്മൾ പ്രാർത്ഥിക്കണം. പീഡിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ ഐഹികവും പരലോകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രാർത്ഥിക്കണം. അസുഖ വിഷയത്തിൽ പ്രാർത്ഥനക്ക് വസിയത്ത് പറഞ്ഞവരെ ഓർത്തെടുത്ത് പ്രാർത്ഥിക്കാൻ കഴിയണം. ആരുടെ പ്രാർത്ഥനയാണ് ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുക എന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. അള്ളാഹു കബൂലാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അനുഗ്രഹീതമായി തീരും നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും എന്ന് ആലോചിക്കുക. അതുകൊണ്ട് അപ്പൊ പള്ളിയിലേക്ക് കയറിക്കഴിഞ്ഞാലുമുള്ള കാര്യങ്ങൾ, കയറുമ്പോഴുള്ള പ്രാർത്ഥന നിർഭരമാണ് വിശ്വാസിയുടെ ജീവിതം. റമദാനല്ലാത്ത കാലത്ത് അതൊക്കെ മറന്നുപോയിട്ടുണ്ട് എങ്കിൽ അതെല്ലാം ആചരിക്കേണ്ട സമയമാണ്. ദിക്ർ ദുആകളും പ്രാർത്ഥനകളും ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, പള്ളിയിലേക്ക് കടക്കുമ്പോൾ അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക, നോമ്പുകാരായിട്ടാണ് അല്ലാഹുവോട് നമ്മൾ തേടുന്നത്. പടച്ച റബ്ബേ, നിന്റെ കാരുണ്യ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരേണമേ എന്ന്. നമ്മുടെ ജോലി വിഷയം, ഹലാലായ ഉപജീവന കാര്യങ്ങൾ, മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണോ അതിലൊക്കെ കാരുണ്യം പ്രതീക്ഷിച്ചാണ്, പടച്ച റബ്ബിന്റെ സവിധത്തിൽ നിന്ന് അനുഗ്രഹം തേടിക്കൊണ്ടാണ് ആത്മീയ ജീവിതം അടുക്കും ചിട്ടയുമുള്ളതാക്കി തീർക്കുന്നത് എങ്കിൽ പള്ളിയിലേക്ക് കടക്കുന്ന സമയത്ത് പടച്ച റബ്ബിനോട് ചോദിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന മതിയാകും. അള്ളാഹുവിന്റെ കാരുണ്യ കവാടം നമുക്ക് മുമ്പേ മലർക്കെ തുറന്നിടപ്പെടാൻ പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോഴും അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്, പടച്ച റബ്ബേ നിന്റെ ഔദാര്യത്തിൽ നിന്ന് തേടിക്കൊണ്ട് ഞാനിതാ എന്റെ പല ആവശ്യങ്ങളിലേക്കും സുബഹി ജമാഅത്ത് കഴിഞ്ഞ് നമസ്കാരം നിർവഹിച്ച് തിലാവത്തുൽ ഖുർആൻ നടത്തി ഞാനിതാ ഇറങ്ങി പുറപ്പെടുകയാണ് എന്ന നിലക്ക് അർത്ഥമറിഞ്ഞ് പടച്ച റബ്ബിനോട് തേടിക്കഴിഞ്ഞാൽ അല്ലാഹു മുജീബു ദുആ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. നോമ്പിന്റെ വിധിവിലക്കുകൾ പറയുന്നതിനിടക്കാണ് 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്തിൽ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, പ്രാർത്ഥിക്കുന്നവൻ, ചോദിക്കുന്നവൻ, ആവലാതി ബോധിപ്പിക്കുന്നവൻ, ആഗ്രഹം അന്വേഷിച്ച് നടക്കുന്നവൻ എന്നോട് ചോദിക്കട്ടെ, പറയട്ടെ, ഉജീബു, ഞാൻ അവന് ഉത്തരം നൽകുന്നവനാണ് എന്നല്ല അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം അതാത് സമയങ്ങളിലെല്ലാം. ഇനി പകൽ സമയമാണ്, കുട്ടികൾ കലാലയങ്ങളിലേക്ക് പോകും, കോളേജുകളിലേക്ക്. പ്രായപൂർത്തിയെത്തിയ മക്കളോടാണ്, യുവാക്കളോടാണ്, കൗമാരത്തോടാണ് പ്രത്യേകം പറയാനുള്ളത്. അതേപോലെ തന്നെ മുതിർന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ജോലി സ്ഥലങ്ങളിലാകട്ടെ, യാത്രകളിലാകട്ടെ, അങ്ങാടികളിലാകട്ടെ, സോഷ്യൽ മീഡിയകളിലാകട്ടെ, വാട്സപ്പുകൾ, കമന്റുകൾ, പോസ്റ്റുകൾ, ഫോർവേഡുകൾ, എവിടെയാകട്ടെ, പക്ഷേ നമ്മൾ നോമ്പുകാരാണ് എന്ന ചിന്ത നമുക്കുണ്ടാകണം. നോമ്പുകാരാണ് എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ പരിച കൊണ്ട് നമ്മുടെ നോമ്പിനെ നഷ്ടപ്പെടുത്തി കളയാൻ പാകത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, വഴക്കുണ്ടാകുമ്പോൾ, ശണ്ടയുണ്ടാകുമ്പോൾ, പല രൂപത്തിലുള്ള അധർമ്മങ്ങൾ ഉണ്ടാകുമ്പോൾ, തെറ്റുകുറ്റങ്ങൾ, പരദൂഷണ ഏഷണികൾ, സംസാരം അത് വ്യതിചലിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ അസ്സൗമു ജുന്ന, നോമ്പ് പരിചയാണ് എന്ന പ്രവാചകന്റെ ഹദീസ് ആലോചിക്കുക. ആരെങ്കിലും വഴക്കടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരോട് പറയണം ഇന്നീ സോയിം, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് പക്വതയോടെ പ്രതിരോധിക്കാൻ കഴിയണം. അതാണ് നോമ്പിന്റെ ചൈതന്യം. അതാണ് 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ മുമ്പുള്ളവർക്ക് നോമ്പ് നിയമമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിയമമാണ്, നിർബന്ധമാണ്. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കാം. ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാകണം. അതേപോലെ തന്നെ നോമ്പിലേക്ക് കടക്കുമ്പോഴും നോമ്പിന്റെ പകലിലും ഒരു പ്രാർത്ഥനാ മനസ്സും നിയ്യത്തും ഉണ്ടാകണം. അതെന്താണ്? മൻ സോമ റമളാന ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരാണോ പ്രതിഫലേച്ഛയോടെ വിശ്വാസ ബോധ്യത്തോടെ വ്രതമനുഷ്ഠിക്കുന്നത് എങ്കിൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. കഴിഞ്ഞ 11 മാസവും നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ഒക്കെ പൊറുപ്പിക്കാൻ പാകത്തിലുള്ള വ്രതം, അതാണ് നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ പ്രാർത്ഥന, പടച്ച റബ്ബേ, ഞാൻ ഇന്നെടുക്കുന്ന ഈ 2-ാമത്തെ നോമ്പ്, എൻ്റെ 3-ാമത്തെ നോമ്പ്, എൻ്റെ 1-ാമത്തെ നോമ്പ്, അതുവഴിയൊക്കെ എൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ എനിക്ക് നീ പൊറുത്തു തരണം എന്ന ചിന്തയുണ്ടാകണം. അതിൻ്റെ കൂടെ നോമ്പിന്റെ ഫളായിലുകൾ പറഞ്ഞ ഹദീസുകളും ആലോചിക്കണം.
നമ്മൾ. നോമ്പ് നോറ്റു കഴിഞ്ഞാൽ റയ്യാൻ എന്ന കവാടത്തിലൂടെയാണ് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം പ്രത്യേകമായി തീരുന്നത്. ആ കവാടത്തിലൂടെയുള്ള പ്രവേശനം ലഭിക്കുന്ന നോമ്പുകാരിൽ അയിന സ്വായിമൂൻ, വിചാരണയുടെ സമയത്ത് വിളിക്കപ്പെടുമ്പോൾ സ്വർഗപ്രവേശനം റയ്യാനിലൂടെ ലഭിക്കാൻ പാകത്തിലുള്ള നോമ്പാക്കി എന്റെ നോമ്പിനെ നീ മാറ്റണമേ, സ്വീകരിക്കണമേ എന്ന ചിന്തയുണ്ടാകണം. നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ് എന്ന്, അതെനിക്ക് നീ നൽകണമേ എന്ന ചിന്തയുണ്ടാകണം. ഇങ്ങനെ നോമ്പുമായി ബന്ധപ്പെട്ട പാപമോചനം, റയ്യാൻ കവാടം, നരകമോചനം, ഇത്തരത്തിലുള്ള ഹദീസുകളുടെ വിജ്ഞാനങ്ങൾ മനസ്സിരുത്തി നിയ്യത്താക്കി അത് ആലോചിച്ച് നോമ്പിന്റെ പകലും നോമ്പിന്റെ ഒരുക്കവും ഒക്കെ അന്തസ്സുള്ളതാക്കണം. ആത്മീയമായിട്ട് അതിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടാക്കണം. അതേപോലെ തന്നെ നോമ്പിന്റെ പകൽ സൂചിപ്പിച്ചല്ലോ, ഏതെങ്കിലും തരത്തിൽ നോമ്പ് വയറിന് മാത്രം, പട്ടിണി കിടക്കലല്ല നോമ്പ്. പട്ടിണി കിടക്കൽ മാത്രമല്ല, കണ്ണിനും കാതിനും ഒക്കെ വികാര വിചാരങ്ങൾക്കൊക്കെ നോമ്പുണ്ടാകണം. പ്രവാചകന്റെ ഹദീസ്, കം മിൻ സ്വായിമിൻ ലൈസ ലഹു ബിസിയാമിഹി ഇല്ലല്ലാഹ, എത്ര നോമ്പുകാരുണ്ട് അവർക്ക് അവരുടെ നോമ്പ് കൊണ്ട് ദാഹമല്ലാതെ മറ്റൊന്നും ലഭിക്കുന്നില്ല. ഇന്നലത്തെ നമ്മുടെ നോമ്പ് ദാഹം മാത്രമായി മാറിയിട്ടുണ്ടോ? ഇന്നലെയുള്ള നമ്മുടെ നോമ്പ് മല്ലം യദഅ ഖൗല الزൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബ, അനാവശ്യ വാക്കുകളും അതിനെ തുടർന്നുള്ള പ്രവർത്തികളും ഉപേക്ഷിക്കാത്തവൻ, അള്ളാഹുവിന് വേണ്ടി അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ട് പട്ടിണി മാത്രമല്ല നോമ്പ് എന്നും, എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ടാകണം എന്ന ചിന്തയുണ്ടാകണം നമുക്ക്. അതേപോലെ നോമ്പിന്റെ പകലില് ജമാഅത്ത് നമസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ഇന്നലെ ഒരു നോമ്പ് നോറ്റു ഞാനടക്കമുള്ള നിങ്ങളിൽ എത്ര പേർക്ക് പറയാൻ കഴിയും? ന്യായമല്ലാത്ത കാരണം കൊണ്ടല്ലാതെ ഇന്നലെ 5 വക്ത് ജമാഅത്തിൽ ഒന്നുപോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പല റവാത്തിബുകളും ഞാൻ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. പള്ളിയിൽ കയറിയപ്പോൾ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ അടുക്കും ചിട്ടയുമുള്ള ഒരു റമദാനിക ജീവിതം പ്രഥമ നോമ്പിലൂടെ തന്നെ, പ്രഥമ നോമ്പിന്റെ ദിനത്തിലൂടെ തന്നെ, ആദ്യത്തെ നോമ്പിന്റെ രാപ്പകലുകളിലൂടെ ഞാൻ ശീലിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്നവർക്ക് മംഗളം. അവർക്കാണ് സന്തോഷം, അവർക്കാണ് ഈ റമദാൻ എന്ന് പറയുന്നത്. ഇനി അതിന് സാധിച്ചില്ല എങ്കിൽ, മനുഷ്യ സഹജമായ ദുർബലത കൊണ്ട് ആ ബോധവും വിജ്ഞാനവും കിട്ടിയില്ല എങ്കിൽ ഇന്നു മുതൽ നടപ്പിൽ വരുത്തിക്കൊള്ളണം. അതുകൊണ്ട് ജമാഅത്ത് നഷ്ടപ്പെടുത്താതെ തഹിയ്യത്തും റവാത്തിബും കിട്ടുന്ന രൂപത്തിലായിരിക്കണം ജമാഅത്തിനെ നമ്മൾ സമീപിക്കേണ്ടത്. അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഇസ്ലാം കാര്യങ്ങളിൽ 1 ഷഹാദത്താണ്, 2 നമസ്കാരമാണ്, 3 സക്കാത്താണ്, 4 നോമ്പാണ്, 5 ഹജ്ജാണ്. അപ്പൊ ചില ആളുകൾ 2ഉം 3ഉം ഡിസോർഡർ ആക്കിയിട്ട് നോമ്പിൽ ആവേശം കാണിക്കും. 2 നമസ്കാരവും 3 സക്കാത്തുമാണ്. നമസ്കാരവും സക്കാത്തും ഡിസോർഡർ ആക്കി കൃത്യമായി നിർവഹിക്കപ്പെടാതെ നോമ്പുകാരായി പ്രത്യക്ഷപ്പെടുന്നത് പ്രകടനപരത മാത്രമാണ്. അതുകൊണ്ട് അതിനപ്പുറം ഓരോ അനുഷ്ഠാന കർമ്മങ്ങളും അതിന്റെ ഓർഡർ അനുസരിച്ചുകൊണ്ട് നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ശീലമുണ്ടാക്കണം. ഇനി വൈകുന്നേരത്തോടടുക്കുമ്പോൾ നോമ്പ് തുറക്കലാണ്. നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, മാ അജ്ജലുൽ ഫിത്ര, എന്റെ ഉമ്മത്ത് നന്മയിലായിരിക്കും അവർ നോമ്പ് തുറക്കുന്നതിന് വേണ്ടി ധൃതി കാണിക്കുന്ന കാലം അത്രയും. അല്ലേ? ധൃതി കാണിക്കണമെന്നാണ്. വസ്വാസുകൾ ഉണ്ടാകും, അവിടെ ബാങ്ക് കൊടുത്തോ, നമ്മുടെ ബാങ്ക് കൊടുത്തോ എന്നൊക്കെ പറഞ്ഞ് നോമ്പിനൊരു പ്രത്യേക ഭക്തിയാണ്. ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 2, 3, 4 മിനിറ്റാണ് കൂട്ടുകയാണ്. അത്താഴ സമയത്തും അങ്ങനെയാണ്. നേരത്തെ ബാങ്ക് കൊടുക്കുക, തുറക്കാനുള്ള ബാങ്ക് മഗ്‌രിബ് ബാങ്ക് എന്ത് ചെയ്യുക, പിന്തിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. അതൊരിക്കലും പാടില്ല. പ്രവാചകന്റെ ചര്യക്കും ഹദീസിനും എതിരാണ്. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം, കാത്തിരിക്കണം. നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള പ്രാർത്ഥന പ്രത്യേകം സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. ബഹളങ്ങളൊന്നും ഉണ്ടാക്കാതെ മക്കളെയും എല്ലാവരെയും വിഭവത്തിന്റെ ചുറ്റുമിരുത്തി ബാങ്കിന് കാതോർത്തുകൊണ്ട് അങ്ങേയറ്റം സമാധാനപൂർണമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ബാങ്ക് കേട്ട ഉടനെ, അതല്ലെങ്കിൽ ബാങ്കിന്റെ യഥാർത്ഥ സമയം തിരിച്ചറിഞ്ഞ് ഉടനെ നമ്മൾ നോമ്പ് തുറന്നോളണം. ല്ലേ? അതല്ലാതെ അത്രയും സമയം വെയിറ്റ് ചെയ്ത് നമുക്ക് ഒരു 5, 10 മിനിറ്റും ഒരു അരമണിക്കൂർ വീണ്ടും വെയിറ്റ് ചെയ്യാൻ ഭക്തിയുടെ ഭാഗമായി. പക്ഷേ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഭക്തിയുടെ ആവേശം ഇസ്ലാമിക ഉമ്മത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് അതേ സമയത്ത് നിർവഹിക്കുന്നതിലാണ്, നോമ്പ് തുറക്കുന്നതിലാണ് അതിന്റെ ചര്യ പ്രവാചകനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആ വിഷയത്തിൽ എന്ന് മനസ്സിലാക്കുക. തുറക്കുന്ന സമയത്തും ഈത്തപ്പഴം ഉറപ്പുവരുത്തണം. ഈത്തപ്പഴം കൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത്. ഭക്ഷണ വിഭവങ്ങൾ ആധിക്യം കൊണ്ട് അലോസരമുണ്ടാക്കുന്ന ഇഫ്താർ
ഇഫ്താറുകൾ ഇസ്ലാമിക ഉമ്മത്തിന്റെ ബറക്കത്ത് പലപ്പോഴും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്റെ സഹാബികൾ നോമ്പ് നോൽക്കുകയും തുറക്കുകയും നോമ്പ് തുറപ്പിക്കുകയും ചെയ്യും. അതൊക്കെ തുറപ്പിക്കാവുന്നതാണ്, നോമ്പ് തുറക്കാവുന്നതുമാണ്. പക്ഷേ ജമാഅത്ത് നഷ്ടപ്പെടുത്തി, നമസ്കാരം നഷ്ടപ്പെടുത്തി, മഗ്‌രിബ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നോമ്പ് തുറ സംഘടിപ്പിച്ചത് ഇസ്ലാമിക ചരിത്രത്തിൽ കാണുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്നായിരുന്നാലും ഇഫ്താറിലായിരുന്നാലും നമ്മുടെ മഗ്‌രിബ് ജമാഅത്ത്, നോമ്പ് തുറപ്പിക്കൽ സുന്നത്താണ്. മഗ്‌രിബ് ജമാഅത്ത്, മഗ്‌രിബ് നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കൽ ഫറളാണ്. ഏതിന് പ്രയോറിറ്റി കൊടുക്കണം, അതിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ കോർഡിനേഷൻ നടത്തണം എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ മഗ്‌രിബ് ജമാഅത്ത് നഷ്ടപ്പെടാത്ത രൂപത്തിലായിരിക്കണം സ്ത്രീകളും നോമ്പ് തുറക്ക് വിഭവങ്ങൾ, പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതും അതിന്റെ പാചകം ക്രമീകരിക്കേണ്ടതും ഭർത്താക്കന്മാരും വീട്ടിലുള്ളവരുമൊക്കെ സഹകരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന, അതും മറന്നവരുണ്ട്. എന്റെ ഈ ഖുതുബ കേൾക്കുന്നവരിൽ ഇന്നലെ നോമ്പ് തുറന്നപ്പോ സഹിയായ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ട ഓരോരുത്തർ അവരുടെ മനസ്സിനോട് ചോദിക്കുക, ഈ പ്രാർത്ഥന നമ്മൾ ഉച്ചരിച്ച് നോമ്പ് തുറന്നോ എന്ന്. നോമ്പ് തുറന്ന ഉടനെ ഈത്തപ്പഴം കഴിച്ച് അല്പം വെള്ളം കുടിച്ച് ഫ്രൂട്ട്സ് കഴിച്ച് നമ്മുടെ ഞരമ്പ് നനഞ്ഞു, അതേപോലെ ദാഹം ശമിച്ചു, അല്ല ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പിച്ചു എന്നാണ്. ദാഹം ശമിച്ചു, ഞരമ്പുകൾ കുളിർത്തു, തളിർത്തു, അത് നനഞ്ഞു. ഇൻഷാ അല്ലാഹ്, അല്ലാഹുവേ നീ ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പിച്ചു എന്നാണ്. നീ ഉദ്ദേശിക്കണമേ എന്ന ആ ഒരു പ്രതിഫല മോഹത്തോടു കൂടിയിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രാർത്ഥന എന്ന വിധി കൂടി പാലിച്ചുകൊണ്ട് നോമ്പ് തുറന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് സ്വാഭാവികമായി എല്ലാ ഭക്ഷണത്തിന് ശേഷം നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനയും പ്രാർത്ഥിക്കണം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ, അതല്ലെങ്കിൽ അൽഹംദുലില്ലാഹില്ലദീ ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഇതൊക്കെ ഭക്ഷണ ശേഷം നിർവഹിക്കേണ്ട പ്രാർത്ഥനകളാണ്. ഇത് പ്രാർത്ഥിച്ചോ, മക്കളോട് ഓർമ്മപ്പെടുത്തിയോ, മദ്രസയിൽ പോകുന്നുണ്ട്, ഖുതുബ കേൾക്കുന്നുണ്ട്, റമദാന്റെ വിധിവിലക്ക് വായിക്കുന്നുണ്ട്, ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. ബി പ്രാക്ടിക്കൽ, പ്രായോഗികമായിട്ടുണ്ടോ, പ്രയോഗവൽക്കരിച്ചിട്ടുണ്ടോ? പലതും ദീനീപരമായി പ്രയോഗവൽക്കരിക്കാത്തതിന്റെ പ്രയാസമാണ്. ഇസ്ലാമിക ഉമ്മത്ത് പല വിഷയങ്ങളിലും പരിഹാസ്യ കഥാപാത്രങ്ങളായി മാറുവാനുള്ള കാരണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഉത്ബുദ്ധതയുള്ള രക്ഷിതാക്കളും ജ്യേഷ്ഠ സഹോദരന്മാരും മാതാക്കളും ഒക്കെ നമ്മുടെയൊക്കെ വീടിനകത്ത് നമ്മൾ പോറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളിൽ ഈ ദീനീബോധം ഉണ്ടാകണമെന്ന ആഗ്രഹത്തിന്റെ ഭാഗമായി ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നടത്തേണ്ടത്. നീ ബിസ്മി ചൊല്ലിയോ, നോമ്പ് തുറന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചോ, ഭക്ഷണത്തിന് ശേഷമുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചോ, ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുന്ന പരിസരത്താണല്ലോ നമ്മുടെ വീട്. നോമ്പ് തുറക്കുമ്പോ ബാങ്കിന്റെ പദാവലികൾക്ക് ഇജാബത്ത് മറുപടി പറയേണ്ട എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതിനനുസരിച്ച് സമാധാനത്തോടെ സംയമനത്തോടെ നോമ്പ് തുറക്കണം എന്നാണ്. നമ്മളിങ്ങനെ നമ്മുടെ ജിഹാദാണ് നോമ്പ് തുറക്കുക എന്ന് പറഞ്ഞാൽ വലിയ കടക്ക തുറക്കുന്നത് പോലെ അങ്ങേയറ്റത്തെ ആവേശത്തിലാണ് നോമ്പ് തുറക്കുന്നത്. എന്താണ് കേൾക്കുന്നത്, പറയുന്നത് എന്ന ചിന്ത പോലും ഇല്ലാത്ത രൂപത്തിൽ ഒരു തരം ഭക്ഷണ കേന്ദ്രീകൃതമായ സിസ്റ്റമായി തീരരുത് നമ്മുടെ ഇഫ്താറും. തുറക്കുന്ന ഭക്ഷണത്തിലും ഫുഡ് ലിറ്ററസി ഉണ്ടാകണം. എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം എന്നതിനെ കുറിച്ചും അറിയണം. ഈത്തപ്പഴം കഴിച്ച് വെള്ളം കുടിച്ച് ഫ്രൂട്ട്സ് കഴിച്ചാൽ ഒരു സ്റ്റെപ്പ് അങ്ങ് മതിയാക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ആവിയിൽ വെന്തത് ആരോഗ്യത്തിന്റെ ആത്മീയതയുടെ ആരോഗ്യവും നഷ്ടപ്പെടുത്തുന്ന വിധത്തിലായിരിക്കരുത് ഈ മാസം. ആരോഗ്യത്തിനൊരു ആത്മീയതയുണ്ട്. ആവശ്യമില്ലാത്ത അസുഖങ്ങൾ വരുത്തി വെക്കുന്ന ഒരു വിധത്തിലാകരുത് നമ്മുടെ ഇഫ്താറുകളുടെ ഭക്ഷണം എന്ന് പറയുന്നത്. കരിച്ചതും പൊരിച്ചതും എണ്ണയിൽ വറുത്തതും ഒക്കെ ആക്കിയിട്ട് ാകരുത്. മറിച്ച് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അനാവശ്യമായ കൊളസ്ട്രോളുകൾ ഇല്ലാതാക്കാൻ ശാരീരികമായിട്ടുള്ള സാധ്യത നോമ്പ് നൽകുന്നു എങ്കിൽ അതിന്റെ പകലിൽ ഇന്റേണൽ ഓർഗൻസ്, കരളും കിഡ്നിയും ഒക്കെ വിശ്രമം എടുക്കുന്നു എങ്കിൽ ആ വിശ്രമം എടുത്തതൊക്കെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിലാകരുത് നമ്മൾ നോമ്പിന്റെ സമയത്ത് അകത്താക്കുന്ന അറ്റ് എ ടൈം ഒരേ സമയത്ത് കലോറിയും അതേപോലെ തന്നെ അമിതമായ ഭക്ഷണം കൊണ്ടും നമ്മൾ ഡിസോർഡർ ആക്കി കഴിഞ്ഞാൽ അതിന്റെ ഫലം ആത്മീയമായും ഐഹികമായും ലഭിക്കാത്ത വിഡ്ഢികളിൽ, അവിവേകികളിൽ നമ്മൾ ഉൾപ്പെട്ടു പോകും. അതുകൊണ്ട് എന്ത് കഴിക്കണം, എത്ര കഴിക്കണം, എപ്പോഴൊക്കെ കഴിക്കണം, മിതമായി കഴിക്കണം, ടൈം എടുത്ത് കഴിക്കണം എന്നതൊക്കെ നമ്മൾ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം ഭക്ഷണം കഴിച്ച് പിന്നെ മഗ്‌രിബ് ജമാഅത്തിൽ പങ്കെടുത്ത് അതിനുശേഷമുള്ള സമയത്തിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം വീണ്ടും എവിടൊക്കെ സമയം കിട്ടുന്നുണ്ടോ ഖുർആനിന്റെ പാരായണത്തിന് തർത്തീബ് ഉണ്ടാക്കണം. മക്കളോടത് പറയണം. കാരണം 30 ജുസ് തീർക്കാനുള്ളവരാണ്. പടിപടിയായിട്ട് പൂർത്തീകരിക്കണം. ഒരു സ്റ്റെപ്പിലൂടെയാണ് 10 കിലോമീറ്ററും കടന്നു പോകാൻ കഴിയുക എന്ന് പറയുന്നത് പോലെ
അതുപോലെ തന്നെ ഓരോ 2 പേജും 3 പേജും ഓരോ ജുസുയിലൂടെയും ഒക്കെ 30 നോമ്പ് പിന്നിടുമ്പോഴേക്ക് പൂർത്തീകരിക്കപ്പെട്ട ഖുർആൻ പാരായണം ഉണ്ടാകണമെങ്കിൽ കിട്ടുന്ന സമയങ്ങളിലൊക്കെ അല്പാൽപ്പം പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇശാ ബാങ്ക് കൊടുക്കുമ്പോൾ ഇശാ ബാങ്ക് കൊടുത്ത് ഇശാ ജമാഅത്ത് പള്ളിയിൽ നിന്ന് കിട്ടുന്ന രൂപത്തിലായിരിക്കണം തറാവീഹിന് നമ്മൾ പങ്കെടുക്കേണ്ടത്. ഇശാ ജമാഅത്ത് കിട്ടാതെ ഇശാ ഒരു മൂലക്കൽ നിന്ന് നിസ്കരിക്കുകയും അതിനുശേഷം തറാവീഹിലേക്ക് ആവേശത്തോടുകൂടി പങ്കെടുക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. ഇശാ ഫർളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ച് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടക്ക് പ്രാർത്ഥനക്ക് സമയം കണ്ടെത്തി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് പള്ളിയിൽ ഇശാ ജമാഅത്തിന് പങ്കെടുക്കണം. എന്നിട്ട് ജമാഅത്തിൽ ജോയിൻ ചെയ്യണം. അതിനുശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. എന്നിട്ട് തറാവീഹ് രാത്രി നമസ്കാരത്തിൽ പങ്കെടുക്കണം. രാത്രി നമസ്കാരം നിർവഹിക്കുമ്പോൾ മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരാണോ പ്രതിഫലേച്ഛയോടെ വിശ്വാസബോധ്യത്തോടെ രാത്രി നമസ്കാരം നിർവഹിക്കുന്നത് എങ്കിൽ അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അവർ രാത്രി നമസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പടച്ച റബ്ബേ, ഈ നിസ്കാരം കൊണ്ട്, ഈ സുജൂദുകൾ കൊണ്ട്, ഈ ദൈർഘ്യമേറിയ ആയത്തുകൾ ശ്രവിച്ച് സഹനം അവലംബിച്ചുള്ള ഈ നമസ്കാരം കൊണ്ട് എൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്, അതെനിക്ക് നീ നൽകണമേ എന്ന ഒരു നിയ്യത്ത, ഒരു വിചാരം നമുക്കുണ്ടാകണം. അങ്ങനെയാണ് രാത്രി നമസ്കാരം നിർവഹിക്കേണ്ടത്. ഇനി രാത്രി നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങളായി പുതിയൊരു ട്രെൻഡ് കടകളിൽ, അങ്ങാടികളിൽ, തെരുവോരങ്ങളിലൊക്കെ കടന്നു വന്നിരിക്കുകയാണ്. കാരണം 11-12 മണി എത്ര സമയമായാലും കുഴപ്പമില്ല, അങ്ങനെ ജാർ ജ്യൂസുകളെ, കുലുക്കി സർബത്തുകള്, വിവിധ കളർ സോഡകള്, ഉപ്പിലിട്ടത് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകമായി കൊണ്ട് റമദാൻ മുബാറക്ക് സ്റ്റിക്കറും ചിഹ്നങ്ങളും നക്ഷത്രവും ഒക്കെ ആയിക്കൊണ്ട് അങ്ങനെയുള്ള ചില ആവേശങ്ങളും തോരണങ്ങളും ഒക്കെയുണ്ട്. അതിനൊന്നും ഇസ്ലാമികമായിട്ട് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. കാരണം രാത്രി നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പോയി ഉറങ്ങലാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കാനുള്ളവരാണ്, ഇബാദത്ത് ചെയ്യാനുള്ളവരാണ്. മാത്രവുമല്ല കളർ സോഡകളും കുലുക്കി സർബത്തും അതും ഇതുമൊക്കെ കടയിൽ നിന്ന് വാങ്ങാനും കുടിക്കാനും പറ്റും. പക്ഷേ കിഡ്നി കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുകയില്ല എന്ന് നമ്മൾ കുടുംബത്തിൽ ബോധനം കൊടുക്കണം. ഫെബ്രുവരി 4 ക്യാൻസർ ഡേ കഴിഞ്ഞു പോയതാണ്, ലോക വൃക്ക ദിനം കഴിഞ്ഞു പോയതാണ്. ജീവിതശൈലി രോഗങ്ങൾ പെരുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലേക്കൊന്നും ആക്കവും ആവേശവും കാണിക്കുന്നവരായി മാറിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക ഉമ്മത്തിന് ശാരീരിക രംഗത്തും ആത്മീയ രംഗത്തും ഒരുപാട് പരിപോഷണങ്ങളും സാധ്യതകളും നൽകുന്ന ഈ മാസത്തെ അനുചിതമാക്കി തീർക്കുന്നവരായി തീരും. അതിന്റെ കഷ്ടനഷ്ടങ്ങൾ നമുക്ക് ഇഹത്തിലും പരത്തിലും ഉണ്ടായിത്തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അവിവേകങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. രാത്രി നേരത്തെ കിടന്ന് അത്താഴത്തിന് എഴുന്നേറ്റ് സുബൈ യഥാസമയത്ത് നിർവഹിക്കുന്നവരാകണം. ആ ജാതി ആവേശങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് 12 മണിക്ക് 1 മണിക്ക് മക്കളെത്തും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുബൈക്കോ അത്താഴത്തിനോ എഴുന്നേൽക്കാൻ പറ്റാത്ത രൂപത്തിൽ രാത്രി കഴിച്ചുകൂട്ടും. അങ്ങനെയായി തീർന്നാൽ ഈ റമദാനിന്റെ നേട്ടം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ വർഷത്തെ റമദാൻ പോയ വർഷത്തെ റമദാനിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ വർഷങ്ങളിൽ നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുത്തുകൊണ്ട് വ്യവസ്ഥാപിതമായ കർമ്മങ്ങൾ ആസൂത്രണം ചെയ്യുന്ന, ഇസ്ലാമീയത്തിന് പ്രിഫറൻസ് കൊടുക്കുന്ന റമദാനാക്കി തീർക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي أنعمنا وأسعدنا بشهر رمضان المبارك وهو الذي أنزل القرآن في هذا الشهر العظيم وهو الذي قال الصيام والقرآن يشفعان. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശുദ്ധ റമദാൻ വന്നണഞ്ഞ് 2ാമത്തെ നോമ്പിലേക്ക് പ്രവേശിച്ച നമ്മൾ റമദാനിക ജീവിതത്തിൽ രാപ്പകൽ ഭേദമന്യേ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. അതെല്ലാം പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി നോമ്പിന്റെ വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്, അതും ഒരു ഓർമ്മപ്പെടുത്തലാണ്. പ്രതിവർഷം നമ്മൾ കേൾക്കുന്നതാണ്, എല്ലാ കർമ്മങ്ങളിലും നിയ്യത്തുണ്ടാകണം. പക്ഷെ നിയ്യത്ത് മാനസികമായിട്ട് നമ്മുടെ മനസ്സിൽ വിചാരം ഉണ്ടാകലാണ്. പക്ഷേ നവൈത്തു സൗമൈദിൻ അന്നതായി എന്നൊക്കെ പറഞ്ഞ് ഒരു മാസത്തേക്കും ആഴ്ചയിലേക്കും മൊത്തത്തിലുള്ള നിയ്യത്തൊക്കെ പറയലും പറയിപ്പിക്കലും ഏറ്റുപറയലൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നാളെ നോമ്പ് അത്താഴത്തിന് എഴുന്നേറ്റാൽ ഇന്നത്തെ പ്രഭാതം മുതൽ ഞാനിതാ 2ാമത്തെ നോമ്പ് നോൽക്കാൻ, 3ാമത്തെ നോമ്പ് നോൽക്കാൻ, അത്താഴത്തിന് എഴുന്നേറ്റാൽ തന്നെ ആ നിയ്യത്തായി മനസ്സിൽ കരുതിയാൽ മതി. മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന 70 വർഷത്തെ വഴിദൂരം നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തുന്ന റിയാൻ എന്ന കവാടത്തിലൂടെ കടക്കാൻ പ്രാപ്തി നൽകുന്ന നോമ്പ് ഞാൻ നോൽക്കാൻ പോവുകയാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. അതേപോലെ തന്നെ പ്രഭാതം മുതൽ പ്രദോഷം വരെ, സുബഹി ബാങ്ക് മുതൽ മഗ്‌രിബ് ബാങ്ക് വരെ അന്നപാനീയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. ലൈംഗിക വികാര വിചാരങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ടതുണ്ട്. അതൊന്നും പാടില്ല എന്ന് നമുക്കറിയാവുന്നതാണ്.
പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടതൊക്കെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നോമ്പ് മുറി നമുക്കറിയാം. എന്നാൽ ഇൻസുലിൻ എടുക്കുന്നത്, ഇൻഹേലർ ഉപയോഗിക്കുന്നത് അതൊന്നും നോമ്പിനെ ബാധിക്കുകയില്ല. ശ്വസനവുമായി ആസ്തമ പോലുള്ള അസുഖങ്ങൾ, ശ്വസന സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആളുകൾ ഇൻഹേലറൊക്കെ ഉപയോഗിക്കും, നോമ്പ് മുറിക്കുകയില്ല. ഇൻസുലിൻ എടുക്കുന്നത് നോമ്പ് മുറിക്കുകയില്ല. എന്നാൽ ഗ്ലൂക്കോസ് എടുക്കുന്നത്, ഡ്രിപ്പിട്ട് ഗ്ലൂക്കോസ് എടുക്കുന്നത് ശരീരത്തിന് എനർജി നൽകുന്നത് അതേ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതുവഴി പിന്നെ നോമ്പ് പിന്നെ മുറിയുന്നതാണ്. എന്നാൽ രക്തം ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി രക്തം എടുക്കുന്നത് നോമ്പ് മുറിക്കുകയില്ല. രക്തം എടുക്കുന്നതോ കൊടുക്കുന്നതോ നോമ്പ് മുറിക്കുകയില്ല. എന്നാൽ കൊടുക്കുന്നവരും രക്തം എടുക്കുന്നവരിലും ശാരീരികമായി പ്രയാസങ്ങളും ഉണ്ടാക്കുമെങ്കിൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരാളോടും അള്ളാഹു കഴിവിൽപ്പെട്ടതല്ലാതെ കൽപ്പിച്ചിട്ടില്ല. വലാ തിൽഖു ഐദിയക്കും ഇല തഹ്ലുക, നാശത്തിലേക്ക് നിങ്ങൾ നിങ്ങളെ ഇടരുത്. അതുകൊണ്ട് ശാരീരികമായിട്ടുള്ള അവസ്ഥ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും നിർദ്ദേശവും ഒക്കെ അനുസരിച്ചായിരിക്കണം ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. രക്തം എടുത്തു കഴിഞ്ഞാൽ വല്ലാത്ത അവശതയും പ്രയാസവും ക്ഷീണവും ശരീരത്തിന് ബുദ്ധിമുട്ടും അപകട നിലയും എത്തിക്കുമെങ്കിൽ നോമ്പ് മുറിക്കേണ്ടതുണ്ട്. പിന്നെ ഉമിനീരിറക്കി കഴിഞ്ഞാൽ സലൈവ സ്വാഭാവികമായി വായിലുണ്ടാകും. അപ്പൊ ഉമിനീരിറക്കിയാൽ നോമ്പൊന്നും മുറിയുകയില്ല. അതും അതേപോലെ തന്നെ മുങ്ങിക്കുളിച്ചാൽ പിന്നെ നോമ്പ് കാലത്ത് ഒരു പ്രത്യേക മുങ്ങിക്കുളിയൊന്നും നടപ്പിലാക്കണ്ട, മറിച്ച് സ്വാഭാവികമായി തലയിൽ വെള്ളമൊഴിച്ച് മുങ്ങിക്കുളിക്കുക, അതേപോലെ തന്നെ കുളത്തിൽ മുങ്ങിക്കുളിക്കുക, അതുകൊണ്ടൊന്നും നോമ്പ് മുറിയുകയില്ല. അതേപോലെ തന്നെ ഉമിനീരിറക്കിയാൽ നോമ്പ് മുറിയില്ല. അത്തർ സുഗന്ധം പൂശിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയുകയില്ല. അതേപോലെ പല്ലെടുത്താൽ നോമ്പ് മുറി. ഇങ്ങനെ കുറേ സംശയം. അതൊക്കെ അകത്തേക്ക് എന്ത് പോകുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതിലൊക്കെ സൂക്ഷ്മതയോട് കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ അത് നോമ്പിനെ ബാധിക്കുകയില്ല. അതേപോലെ ചെവിയിൽ മരുന്നിറ്റിക്കും, അത് കണ്ണിലും മരുന്നിറ്റിക്കും. എന്നാൽ മൂക്കിൽ മരുന്നിറ്റിക്കുമ്പോൾ അത് തൊണ്ടയിലൂടെ അകത്ത് പോകാൻ സാധ്യതയുണ്ട്, അത് നോമ്പിനെ ബാധിക്കുന്നതാണ്. എന്നാൽ കണ്ണിലും ചെവിയിലും പിന്നെ മരുന്നിറ്റിക്കുന്നത് കൊണ്ട് പ്രയാസമില്ല, അത് ഭക്ഷണമല്ലാത്ത രൂപത്തിലുള്ള മരുന്നുമായിരിക്കുമല്ലോ. അതേപോലെ തന്നെ നോമ്പിൽ ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ട് പകൽ സമയത്ത് അത് പാടില്ല. പക്ഷെ രാത്രി സമയത്ത് ഭാര്യാഭർത്തൃ ബന്ധവും സംസർഗവും അനുവദനീയമാണ്, അതിന് കുഴപ്പമില്ല. ചില ആളുകൾ ഉസ്വാസ് കാണിച്ച് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അജ്ഞത കാണിക്കാറുണ്ട്. എന്നാൽ രാത്രി സമയത്ത് സുബഹിന്റെ മുമ്പ് രാത്രിയിലെ ഏത് സമയത്തും ഭാര്യാഭർത്തൃ സംസർഗം അനുവദിക്കപ്പെട്ടതാണ്. അങ്ങനെ ജനാപത്തുകാരനായി നോമ്പിലേക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും പ്രവേശിക്കാവുന്നതാണ്. എന്നാൽ നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് കുളിക്കേണ്ടതുണ്ട്. എന്നാൽ ജനാപത്തുകാരായി നോമ്പിലേക്ക് കടക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളില്ല. അതേപോലെ പീരീഡ്സ് നിന്ന് പോയവർ, ആർത്തവ രക്തം നിലച്ചു കഴിഞ്ഞാൽ പിന്നീട് നോമ്പെടുക്കണം. ആർത്തവ രക്തം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ നോമ്പ് തുടരണം. അതിന് നോമ്പിന് പ്രത്യേകം കുളിക്കേണ്ടതില്ല. എന്നാൽ നമസ്കാരത്തിന് മുമ്പായിട്ട് കുളിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. വിശുദ്ധ റമളാനിലെ നോമ്പനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധിവിലക്കുകൾ, പിന്നെ ഭക്ഷണം ടേസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നാവ് കൊണ്ട് ടേസ്റ്റ് ചെയ്യാം, പക്ഷെ അന്നനാളത്തിൽ അകത്തേക്ക് പോകാൻ പാടില്ല. പിന്നെ മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഫൽ യുത്തിമ്മ സൗമഹു, അവരവരുടെ നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, മറന്നു വെള്ളം കുടിക്കുകയോ കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ അത്താഴത്തിന്റെ സമയത്തും ഭക്ഷണം എന്താണോ പെട്ടെന്ന് ബാങ്ക് കൊടുക്കുകയാണ്, പ്ലേറ്റിൽ അല്പം ഭക്ഷണം ഉണ്ട്, അപ്പൊ ആ പ്ലേറ്റിലുള്ള ഭക്ഷണം അത് പൂർത്തീകരിച്ചുകൊണ്ട് അവൻ നോമ്പിലേക്ക് കടക്കട്ടെ എന്ന് പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് വലിയൊരു പാത്രത്തിൽ കൊടുത്തിട്ട് ബാങ്ക് കൊടുക്കാൻ 2 മിനിറ്റ് മുമ്പുള്ള സമയത്ത് തുടങ്ങിയിട്ട് അങ്ങനെ കഴിക്കുന്നതിനെ കുറിച്ചല്ല. അതൊക്കെ ഞാൻ ആദ്യ ഖുത്ബയിൽ പറഞ്ഞതുപോലെ അതിൻ്റെ ആ ടൈമിങ്ങും കാര്യങ്ങളും ആ നേരത്തെ പിന്നെ എഴുന്നേൽക്കലും ആ ടൈം അനുസരിച്ച് എഴുന്നേൽക്കലും അത് നിർവഹിക്കലും ഒക്കെ നമ്മൾ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷത്തെ റമളാനിനെ അനുഗ്രഹീതമായ റമളാനാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് അജ്ഞത കൊണ്ട് വന്നു ഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പടച്ച റബ്ബ് നമുക്ക് തുറവിയും മാപ്പും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ വ്രതാനുഷ്ഠാനം കൊണ്ട് നിന്റെ പ്രവാചകൻ അറിയിച്ച എന്തൊക്കെ നന്മകളും അനുഗ്രഹങ്ങളും കാരുണ്യവുമാണോ എങ്കിൽ അതെല്ലാം ലഭിക്കപ്പെടുന്ന നോമ്പുകാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. ഞങ്ങളുടെ നോമ്പനുഷ്ഠാനത്തിലൂടെ മുൻകഴിഞ്ഞ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പൊറുത്തു മാപ്പാക്കി തരയണമേ റബ്ബേ. അല്ലാഹുവേ, റമളാൻ കണ്ടുമുട്ടാതെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ നാഥ. മുസ്തഫ സാഹിബ് കല്ലറക്കൽ 2 ദിവസം മുമ്പ് മരണപ്പെട്ടു, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഫലസ്തീനും ഗസയും നമ്മൾ എപ്പോഴും ഓർക്കാറുണ്ട്. നമ്മളും അവരും റമളാനിലേക്ക് കടന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിജീവനത്തിന്റെ റമളാനാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലും നമ്മിലും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും സഫലമാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്